കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 65-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, ത്യാഗങ്ങൾ കൊണ്ടാണല്ലോ സ്നേഹം പുഷ്ടിപ്പെടുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുത്രേസ്യ പുണ്യവതി, സ്നേഹത്തിൽ ത്യാഗം അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹനവും ത്യാഗവും ഒക്കെ ഏറ്റെടുക്കുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ശോഭിക്കുന്നതെന്നാണല്ലോ നീ ഞങ്ങളെ പഠിപ്പിക്കുക. സ്നേഹത്തെ ത്യാഗത്തിൽ ചാലിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട്, അതിൽ സന്തോഷിക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ